ഞങ്ങളൊക്കെ അമ്പിയാക്കളുടെ ആളുകളാണ്, ഞങ്ങളൊക്കെ ഔലിയാക്കളുടെ ആളുകളാണ്, ഞങ്ങളൊക്കെ സഹാബത്തിനെ പിൻപറ്റുന്നവരാണ്, ഞങ്ങളൊക്കെ ഇമാമീങ്ങളെ പിൻപറ്റുന്നവരാണ്. അതും ഒരു ജൂതതന്ത്രം തന്നെ. കാരണം എന്തെന്നല്ലേ, ഇത് പണ്ടേ ഇവരുടെ ഈ യഹൂദി സ്വഭാവം തന്നെ. എന്താണ് ഖുർആൻ പറയുന്നത് നോക്കൂ. നല്ലവരിലേക്ക് ചേർത്തി പറയും, ഞങ്ങളയാളാണ് മഹാനെന്ന് പറയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് യഹൂദികൾ എന്താ പറഞ്ഞത്? ഇബ്രാഹിം ഞങ്ങളെയാളാണ്. നസറാണികൾ എന്താ പറഞ്ഞത്? ഇബ്രാഹിം യഹൂദിയാണ്. അതാ യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം യഹൂദിയാണ്, നസറാണികൾ പറഞ്ഞു ഇബ്രാഹിം നസറാനിയാണ് എന്നൊക്കെ. അതാ ആ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിന്റെ എതിര് വിശ്വസിക്കുന്ന, അത് പ്രവർത്തിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന കക്ഷികളായിട്ടുകൂടി എന്നിട്ടും ഇബ്രാഹിമിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് യഹൂദി നസറാനികൾ പറഞ്ഞപ്പോ ഖുർആൻ അതിനെ ഗണ്ണിച്ചത് കേട്ടില്ലേ? മകാന ഇബ്രാഹീമു യഹൂദിയം വലാ നസ്റാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല, ഇബ്രാഹിം ക്രിസ്ത്യാനിയായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. അതാ ഋജുമാനസനായ മനസ്സിലൊരു കളങ്കവുമില്ലാതെ റബ്ബിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമാണേ. യഹൂദി നസറാനികളെ റബ്ബ് ഖണ്ഡിക്കുന്നു. ആ യഹൂദി നസറാനികളതാ അള്ളാഹ്ക്ക് എതിരാണ് അവർ പറയുന്നത് മുഴുവനും, അള്ളാന്റെ ആശയത്തിന് എതിരാണ് അവർ പ്രചരിപ്പിക്കുന്നത് മുഴുവനും. എന്നാലും അവരുടെ നാവിന്റെ നീളം പിന്നെയും കൂടുതലാണ്. അള്ളാഹ്ക്കെതിരെ തന്നെ പറയുമ്പോഴും അവരവകാശപ്പെടുന്നത് എന്താണ്? ഖുർആൻ പറയുന്നു, നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉഹു. ഞങ്ങളൊക്കെ അള്ളാന്റെ സന്തതികളാണ്, അവന്റെ ഇഷ്ടക്കാരാണ്. മാത്രമല്ല അള്ളാഹ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം എത്രയാണ്? ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദാ. ഞങ്ങളെ നരകത്തി വളരെ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ സ്പർശിക്കുന്നതല്ല. മാത്രല്ല അവരിങ്ങനെ നീണ്ട പാരമ്പര്യം പറയും. ഞങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആശയങ്ങളോട് യോജിപ്പുള്ളത് എന്നവർ പറയും. അതുകൊണ്ട് യഹൂദിയായിക്കോ നസറാനിയായിക്കോ അല്ലെങ്കിൽ സ്വർഗമില്ലെന്നവർ പറയും. അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും അവരവകാശപ്പെടും. അതാണ് ഖുർആൻ പറയുന്നത്, വഖാലൂ ലയദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. ഈ കക്ഷികൾ പറയുകയാണ്, യഹൂദിയോ നസറാനിയോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. അല്ലാഹ് അതിനെ ഖണ്ഡിക്കുന്നു. തിൽക അമാനിയുഹും, അതവരുടെ വ്യാമോഹം മാത്രമാണ്. ആ അവകാശവാദം പൊള്ളയാണ്. അതവരുടെ അവകാശവാദം മാത്രമാണ്. അതിനനുയോജ്യമായ പ്രവർത്തനം അവരിലില്ല, അതിനനുയോജ്യമായ വിശ്വാസം അവരിലില്ല. ഉള്ളത് മുഴുവൻ വ്യാമോഹങ്ങളാണ്. അതല്ല, നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരൂ, പ്രമാണമുദ്ധരിക്കൂ. ഖുർആൻ അവരോട് ശക്തമായി തന്നെ താക്കീത് നടത്തുന്നു. നിങ്ങൾ നോക്കണം, പേരോട് മുസ്ലിയാരി കഴിഞ്ഞ പ്രസംഗത്തിലെ മൂപ്പര കാര്യമായ വിഷയം എന്തായിരുന്നു? അൽ-ഇസ്നാദു മിനദ്ദീൻ. ഞങ്ങൾക്കാണ് ഇവിടെ പരമ്പര ഉള്ളത്. മൗലവി, നിങ്ങൾ മുതൽ റസൂലുള്ള വരെ മുട്ടുന്ന ഒരു പരമ്പര ഒന്ന് എണ്ണിക്കേ, ഉസ്താദിന്റെ ഒക്കെ പേര് പറയ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും പരമ്പരയില്ല. അതേ അവസരത്തിൽ പേരോടിനും കാന്തപുരത്തിനും ഒക്കെ പരമ്പരയുണ്ട്, അവർക്കാണ് പരമ്പര. അതിനെന്താ തെളിവ് പറഞ്ഞത്? അൽ-ഇസ്നാദു മിനദ്ദീൻ, അൽ-ഇസ്നാദു മിനദ്ദീൻ എന്നുദ്ധരിച്ചു. അന്നത്തെ പ്രസംഗത്തിൽ നമ്മൾ വളരെ കണിശമായി അങ്ങ് മറുപടി കൊടുത്തു. അൽ-ഇസ്നാദു മിനദ്ദീൻ എന്നതാണ് നിങ്ങളുടെ പരമ്പരയുടെ തെളിവെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരമ്പരയെ കുറിച്ചല്ല അൽ-ഇസ്നാദു മിനദ്ദീൻ എന്നതിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തതാണ്. അത് നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് എന്ന പരമ്പരയല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അതാ ഒരു വിശ്വാസമോ ഒരു ആചാരമോ ഒരു കർമ്മമോ നമുക്ക് ഇസ്ലാമായിട്ട് നമ്മുടെ കൈകൾ
വരികളിൽ എത്തണമെങ്കിൽ അതിന് റസൂലുള്ള മുതൽ അതാരാണോ ഉദ്ധരിക്കുന്നതെങ്കിൽ അതുവരെയുള്ള ആളുകളുടെ കുറ്റമറ്റ സനദ് വേണം, പരമ്പര വേണം. അതാണ് അൽ ഇസ്നാദു മിനദ്ദീൻ. അതല്ലെങ്കിൽ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, തോന്നിയതുപോലെ ദീനിന്റെ കാര്യത്തിൽ പറയുമെന്ന് കണിശമായി അങ്ങോട്ട് മറുപടി കൊടുത്തു. കഴിഞ്ഞ പ്രസംഗത്തിൽ അഥവാ 7ാം പ്രസംഗത്തിൽ മൂപ്പരുടെ കാര്യമായ അൽ ഇസ്നാദു മിനദ്ദീൻ ഇക്കഴിഞ്ഞ പ്രസംഗത്തിൽ കാണുന്നേയില്ല. എവിടെ പോയി പേരോടെ അൽ ഇസ്നാദു മിനദ്ദീൻ? പഠിച്ചെങ്കിൽ റാഹത്തായി. മിണ്ടുന്നില്ലല്ലോ, ഇപ്പോ മറന്നുകൊണ്ട് പോലും അൽ ഇസ്നാദു മിനദ്ദീൻ പറയുന്നില്ല. അത് വിട്ടുവല്ലേ, അത് പഠിച്ചുവല്ലേ? അങ്ങനെ തന്നെയാ വേണ്ടത്. പഠിച്ചാ പിന്നെ അടങ്ങിയിരുന്നോളണം. മാത്രമല്ല, രണ്ടാമത് നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ അവകാശപ്പെടുന്ന പാരമ്പര്യമൊന്നും നിങ്ങൾക്കില്ല മുസ്ലിയാരെ, നിങ്ങളുടെ വിഭാഗത്തിന് പ്രത്യേകിച്ചുമില്ല. കാരണം നിങ്ങളുടെ പാരമ്പര്യമൊക്കെ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെ റസൂലിലേക്കോ സഹാബത്തിലേക്കോ ഇമാമുകളിലേക്കോ ഒന്നും അല്ലെന്നും മറിച്ച് ആരിലേക്കാണ് എത്തുന്നത് എന്ന് ഖാസിമിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട അമീർ ബൈത്തി ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. അതെല്ലാം കൂടി നിങ്ങളോട് അങ്ങോട്ട് പറയാൻ പറ്റൂല. അല്ല, ഇന്ത്യൻ യത്തീമുകൾക്ക് മൊത്തം പുതിയൊരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധില്ലാന്ന് എനിക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധില്ലാന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെ അബുല്ലായിട്ടാം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മേന? അല്ല, എന്താ പറയുന്നത്? തീരെ ബുദ്ധിയില്ലാതെ. നിങ്ങൾക്കൊക്കെ ബുദ്ധി ലേശമുണ്ട്. പക്ഷേ മൂത്തമൂലിയിൽ നേരത്തെ പറഞ്ഞ പോലെ കുരുത്തക്കേട് വാലിച്ചുപോയതാണ്. കുരുത്തക്കേട് വാലിപോയി. കുരുത്തക്കേടിന്റെ തല നിങ്ങളെ കയ്യിൽ പൊട്ടുപോയി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഗുരുത്തക്കേടാണ് നിങ്ങളുടെ പാരമ്പര്യം. മാത്രമല്ല, അപ്പുറത്തുള്ള നാസിർ ഫൈസി കൂടത്തായിയുടെ പ്രഭാഷണം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുവായ ഫറോവയിലേക്ക്, മുസൈലിമത്തുൽ കദ്ദാബിലേക്ക്, കഅബ പൊളിക്കാൻ വന്ന അബ്റഹത്തിലേക്ക്, അവരിലേക്കൊക്കെയാണ് നിങ്ങളുടെ പരമ്പര എത്തുന്നത് എന്ന് പറഞ്ഞല്ലോ. ആരിഫീങ്ങളുടെ മഖാമിന്റെ സമാന്തര സന്ധനകൾ കെട്ടിപ്പൊക്കുന്നവരും അത് തന്നെ ഓർത്താൽ മതി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമാന്തരമുണ്ടാക്കിയവരുണ്ട്. പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമാന്തര അല്ലാഹു വന്ന ആളാണ് അന റബ്ബുക്കുമുൽ അഅല എന്ന ഫറോവ. പ്രിയപ്പെട്ട പ്രവാചകന്റെ സമാന്തരം വന്ന ആളാണല്ലോ മുസൈലിമത്തുൽ കദ്ദാബിനെ പോലുള്ള അതേപോലെ കള്ള പ്രവാചകവാദികൾ. കഅബയ്ക്ക് സമാന്തരം കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചവരുണ്ട്. ഖുർആന് പകരം കൊണ്ടുവന്ന ആളുകളുണ്ട്. അവസാനം പഞ്ചപുച്ഛമടക്കി പിച്ചിച്ചിന്റെ വലിച്ചെറിഞ്ഞ ഗതികേടാണ് അവർക്കുണ്ടായത്. അവർ തന്നെയാണ് CM മഖാമിനും സമാന്തരം കെട്ടിപ്പൊക്കുന്നവർ. അവർ തന്നെയാണ് സമസ്തക്ക് സമാന്തരം സമസ്തം ഉണ്ടാക്കേണ്ടവർ. അവർ തന്നെയാണ് ഖുർആൻ പ്രഭാഷണത്തിന് സമാന്തര പ്രഭാഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സദുദ്ദേശപരമല്ല, ദുരുദ്ദേശത്തോടുകൂടി. അപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? ഫിറഔനിനെ പോലെ, കഅബയ്ക്ക് സമാന്തരമുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അബ്റഹത്തിനെ പോലെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമാന്തരനായി വരാൻ ശ്രമിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CM മടവൂരിന്റെ അവിടെ മഖാമ് കിട്ടാത്തപ്പോ വേറൊരു സമാന്തരം പടച്ച ഇവരുടെയും അവസ്ഥ ഏതാണ്? ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പരമ്പരയുടെ കോലപ്പ മനസ്സിലായില്ലേ? എന്തേ മുസ്ലിയാരെ നിങ്ങളത് കേട്ടില്ലായിരുന്നോ? എന്തേ കഴിഞ്ഞ പ്രസംഗത്തിൽ നാസർ ഫൈസി പറഞ്ഞതിനെ സംബന്ധിച്ച്, ഖാസിമി പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങളൊരക്ഷരം മുരിയാടാതെ പോയതെന്തേ? സമ്മതിച്ചോ? എങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിലെങ്കിലും വായ തുറന്നുകൊണ്ട് അതിനൊന്നും മറുപടി പറയണം. മാത്രമല്ല, മൂന്നാമതൊരു കാര്യം വന്ന് ചോദിച്ചു, നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങളുടെ പരമ്പര എന്നുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള പരമ്പരയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിലുള്ള ആളുകളൊക്കെ നിങ്ങളും തമ്മിൽ ആദർശ ഐക്യമുള്ളവരാണോ? നിങ്ങളുടെ ഉസ്താദുമാരും നിങ്ങളുമൊക്കെ ഒരേ ആദർശത്തിൽ, ഒരേ വിശ്വാസത്തിൽ, ഒരേ കർമ്മരീതിയിൽ, ഒരേ രൂപത്തിൽ, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെയാണോ നിങ്ങളുള്ളത് എന്ന് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു, ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരേ ആദർശക്കാരാണെന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ശ്രമത്തിന്റെ പൊള്ളത്തരം ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ വിശദീകരിക്കാനുണ്ട്. ഇനി നാലാമത് നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞു.
നിങ്ങളിങ്ങനെ ഒരു പരമ്പര ഉണ്ടാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തിക്കുന്നു. റസൂലിൽ നിന്ന് കേട്ടതാരാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടത്തിൽ നിന്ന് കേട്ടത് നാഫി റളിയല്ലാഹു അൻഹു. അവിടത്തെ നിന്ന് കേട്ടത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് കേട്ടത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഈ 5 ആളുകളെയാണല്ലോ നിങ്ങളുടെ സനദിന്റെ, നിങ്ങളുടെ പരമ്പരയുടെ അങ്ങേ തലയായി നിങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇതിലൂടെ നിങ്ങൾ മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുകയാണെന്നും നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ എല്ലാവരുടെയും പേരിൽ നിങ്ങൾ കെട്ടിവെക്കലാണല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു പരമ്പര വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂലിൽ എത്തുന്ന പരമ്പരയുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ എത്തുന്ന പരമ്പരയുണ്ട്, നാഫി റളിയല്ലാഹു അൻഹുവിൽ എത്തുന്ന പരമ്പരയുണ്ട്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ എത്തുന്ന പരമ്പരയുണ്ട്, ഷഫീ ഇമാം റഹിമഹുള്ളയിൽ എത്തുന്ന പരമ്പരയുണ്ട് എന്നൊക്കെ നിങ്ങൾ ചെയ്യുന്ന സർവ്വതോന്നിവാസങ്ങളും അവരുടെ അക്കൗണ്ടിലേക്ക് അവരും അതിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കലാണല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം വരിക എങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളൊന്നും മറുപടി പറയണേ. അതിനൊക്കെ നിങ്ങളൊന്ന് പരമ്പര കാണിക്കണേ. അന്നത്തെ പ്രസംഗത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചതാണ്. ഈ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പരമ്പര പറയൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം നാഫി റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒരക്ഷരം അതിനെ സംബന്ധിച്ച് പലതിനും പറയുന്നില്ല. എന്തൊക്കെയാണ് ചോദിച്ചത്? നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ പ്രസംഗത്തിലെ ആ ഭാഗമൊന്ന് കേട്ടോളൂ. പേരോട് അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ല പലതിനും എന്ന് നിങ്ങളെ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചു. നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വിശ്വാസം? സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുവാനുള്ള അധികാരം റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ? ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്താൻ അല്ല ചില റിജാലുൽ ഗൈബ്, ചില അദൃശ്യ പുരുഷന്മാരാകുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെ നിയമിച്ചിരിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയണേ. തീർന്നില്ല. അല്ലാഹു അവന്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം എന്താ ചെയ്യാ? അന്ത്യപ്രവാചകന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കൊടുക്കുന്നു. നബിക്ക് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചോ. നബിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വഹി കിട്ടിയാൽ അത് ഖിദ്ർ നബി അലൈഹിസ്സലാമിന് കൈമാറുന്നു. ഖിദ്ർ നബി അതാ ഇവിടെ അല്ല നിശ്ചയിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ ഖുതുബുൽ അഖ്താബിന് കൈമാറുന്നു. ഖുതുബിൽ നിന്ന് താഴേക്കടയിലേക്ക് കിട്ടുന്നു, ഔതാദുകൾക്ക് കിട്ടുന്നു, അബ്ദാലുകൾക്ക് കിട്ടുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ക്യാബിനറ്റ് ഈ ലോകം നിയന്ത്രിക്കാനുണ്ടെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം ഒന്ന് പറയണേ. തീർന്നിട്ടില്ല. ആ വലിയ അദൃശ്യ പുരുഷന്മാര് ഇതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് പോലും. ഖുതുബുൽ അഖ്താബ്, ഔതാദ്, നുഖബാ, നുജബാ ഇങ്ങനെയുള്ള ക്യാബിനറ്റിലെ നിങ്ങൾ സങ്കല്പിച്ച ചില ആളുകളില്ലേ, അവരാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുന്നത്. നിങ്ങളുടെ വിശ്വാസപ്രകാരമാ പറയുന്നത്. അവരിവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് നാടൊട്ടാകെ നടന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഖുതുബുൽ അഖ്താബിന് റിപ്പോർട്ട് നൽകുന്നു. വെറുതെ നിങ്ങളുടെ പേരിൽ കെട്ടിവെച്ചതല്ല. നിങ്ങളുടെ മുഖപത്രമായ റിസാലയിൽ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച അന്ധവിശ്വാസമാണിത്. നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് ശരിയായിരിക്കുമല്ലോ. പറയോ പരമ്പര റസൂലിൽ എന്ന് പറയോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ എന്ന് പറയോ, നാഫിഇൽ എന്ന് പറയോ, ഇമാം മാലിക്കിൽ എന്ന് പറയോ, ഇമാം ഷാഫിഈൽ എന്ന് പറയോ. അതില്ലെങ്കിൽ നിങ്ങൾ ഇനി പരമ്പരയെക്കുറിച്ച് ഒരക്ഷരം പറയരുതേ. നിങ്ങൾക്കതിന് ധാർമ്മികമായ
സ്വന്തമായി അവകാശമില്ലെന്ന് പറയട്ടെ. മാത്രമല്ല അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ള കാണും പോലെ കാണും, അള്ള അറിയും പോലെ അറിയും എന്ന് മഹത്തുക്കളെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ വിശ്വാസത്തിന്റെ പരമ്പര പറയോ? അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും സത്യം ചെയ്ത് മന്ത്രിക്കാമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയോ? ഖബർസ്ഥാനിൽ പോയിട്ട് നേരത്തെ വൈരത്തൂർക്കാരൻ തങ്ങളെന്ന് പറയുന്ന വ്യക്തി പോയിട്ട് കടന്നില്ലേ? പറയൂ നിങ്ങൾ അതിന്റെ പാരമ്പര്യം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പറയോ, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയോ, സഹാബിമാരിൽ നിന്ന് പറയോ, താബിഈങ്ങളിൽ നിന്ന് പറയോ, ശഫീ ഇമാമിൽ നിന്ന് പറയോ? ഖബർ മുത്തുന്നത്, ഖബർ തൊട്ട് വന്നിക്കുന്നത്, ഖബറിലെ മൂടുപടം അതിന്റെ മേലെ അതെടുത്ത് നിങ്ങൾ ചുംബിക്കുന്നു, അങ്ങനെ പലതും നിങ്ങൾ ചെയ്യുന്നു. പറയോ, പരമ്പര പറയൂ. ബറക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഖബറിടത്തിൽ വിളക്ക് കൊളുത്തി വെക്കുന്നില്ലേ? നിങ്ങളുടെ പല മക്ബറകളിലും വിളക്കില്ലേ? നിങ്ങളവിടെ ഇങ്ങനെ വലിയ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടില്ലേ? പാരമ്പര്യം പറയണേ. മരിച്ചുപോയവരുടെ ആത്മാക്കളിലേക്ക് വേണ്ടി അൽഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ ഹദിയ ചെയ്യാറില്ലേ? അതിന്റെ പാരമ്പര്യം പറയണേ. ഖബറിന്റെ മുകളിൽ പട്ടുകൊണ്ടും മറ്റു തുണികൾ കൊണ്ടുമൊക്കെ നിങ്ങൾ മൂടാറില്ലേ? അതിന്റെ പാരമ്പര്യം പറയണേ. ചെണ്ടമുട്ടിക്കൊണ്ട് ഖബർ സിയാറത്ത് അനുവദിച്ചു തന്ന ഒരു കാലില്ലേ നിങ്ങളുടെ പരമ്പരയിൽ? നിങ്ങളുടെ പരമ്പരയിൽ അങ്ങനത്തെ ഒരാളില്ലേ? ശാലിയാത്തി മിണ്ടിയിട്ടില്ലല്ലോ നിങ്ങൾ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിയാത്തി പറയുന്നത് ചെണ്ടമുട്ടിക്കൊണ്ട് ഖബർ സിയാറത്തിന് പോകാം, കുഴൽ വിളിച്ചുകൊണ്ട് ഖബർ സിയാറത്തിന് പോകാം. പറയോ, പരമ്പര പറയൂ. പാരമ്പര്യം അവകാശപ്പെട്ട മുസ്ലിയാരെ, നിങ്ങൾക്ക് പാരമ്പര്യം തെളിയിക്കാൻ കഴിയണം. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിടിച്ചോ മൗലവി. റസൂലുള്ള ഇന്ന ഖബർ ചുംബിച്ചതാണ്, ഇമാം നാഫിഈ ഇന്ന ഖബർ ചുംബിച്ചതാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചുംബിച്ചതാണ്. എന്തിനാ ഞാൻ ഈ പേരുകൾ മാത്രം പറയുന്നത്? നിങ്ങൾ തൊട്ടെണ്ണിയ പരമ്പരയുടെ അങ്ങേ തലക്കലുള്ള 5 മഹാന്മാരാണിത്. ആ മഹാന്മാരുടെ പേരിൽ കൂടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സർവവൃത്തികേടുകളും കെട്ടിവെക്കാൻ അവരോട് മഹബ്ബത്തുള്ള മുജാഹിദുകൾ സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കണമെങ്കിൽ നിങ്ങളത് തെളിയിച്ചു തരണം. വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇനിയോ ഒരു ചാണിലധികം ഖബർ കെട്ടി ഉയർത്തുന്നതിന്റെ പാരമ്പര്യം പറയണം. മഴ ലഭിക്കാൻ വേണ്ടി മക്കാമിലെ കൊടിയും പിടിച്ച് മുട്ടും വിളിയുമായി നടക്കുന്നതിന്റെ പാരമ്പര്യം പറയണം. ഖബറാളികളുടെ ഖബറിന്റെ പുറത്ത് പേരും മറ്റും മീസാൻ കല്ലുമേൽ എഴുതി വെക്കുന്നതിന്റെ പാരമ്പര്യം പറയണം. റബീഉൽ അവ്വൽ മാസത്തിലും 12-ാം തീയതിയും മതപരമായ പ്രത്യേക ചടങ്ങുകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പാരമ്പര്യം പറയണേ. ഖബർ സിയാറത്ത് ചെയ്യുന്നവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പലതവണ ഇവിടെ വെച്ചും ചോദിച്ചതാണ്, ഇനിയും ചോദിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഒരാൾ ഖബർ സിയാറത്തിന് ചെന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഖബറിൽ അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വതറതൻ യഖ്റുജുൽ വലിയു, വലിയ തന്നെ ചിലപ്പോൾ ഖബറിന് പുറത്തേക്ക് വന്നിട്ട് കാര്യം സാധിപ്പിച്ച് തന്നേക്കാനും ഇടയുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഹോജമാരി എഴുതിയിട്ടുണ്ട്. പാരമ്പര്യം പറയണേ. ഇത് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വായിക്കൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം നാഫിഉ റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യട്ടെ, ശഫീ ഇമാം റിപ്പോർട്ട് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങ് പരമ്പര മുട്ടിക്കൂ. വെറുതെ പാരമ്പര്യത്തിന്റെ ബടായിയും പറഞ്ഞിട്ട് ഞങ്ങൾക്കേ പരമ്പരയുള്ളൂ എന്ന് ഞാനിവിടെ ചിലരെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. ആയിരക്കണക്കിന് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളുണ്ട്, ദീനിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവക്കൊക്കെ നിങ്ങൾ അങ്ങേ തലയിലെണ്ണിയാൻ ചാളിൽ നിന്ന് ഉദ്ധരിക്കണേ, പരമ്പര തെളിയിക്കണേ. വിനയത്തോടെ ആവശ്യപ്പെടുന്നു. സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനുമൊക്കെ പോകൽ നിരുപാധികം ഹറാമാണെന്ന് നിങ്ങൾ വിലക്കുന്നുണ്ട്.
പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യുന്നത്, ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നാണ് നിങ്ങളുടെ വാദം. ആ വാദത്തിന് നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ആ നിലക്ക് സ്ഥാപിക്കണം. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്, നിങ്ങൾ മലക്കുകൾക്ക് ചില പ്രത്യേക പേരിട്ടിട്ടുണ്ട്, നിങ്ങൾ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുന്നുണ്ട്, നിങ്ങളുടെ കുത്തുബിയത്തിന്റെ അതിന്റെ ശേഷം കുറെ ആളുകളുടെ പേര് കേൾക്കുന്നുണ്ട്, മദ്ഹബ് തൊംറയാൻ, അങ്ങനെയൊക്കെ പല പേരുകളുമുണ്ട്, ഹസ്തസ്കൂസ് എന്നൊക്കെ പലതും കാണുന്നുണ്ട്, അങ്ങനെ പല പേരുകളുമുണ്ട്. തെളിയിക്കണേ റസൂലുള്ള പറഞ്ഞത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്, അവിടെ നിന്ന് നാഫി ഇമാം കേട്ടത്, അവിടെ നിന്ന് മാലിക് ഇമാം കേട്ടത്, അവിടെ നിന്ന് ശഫീ ഇമാം കേട്ടത്, അതൊന്ന് തെളിയിക്കണേ, വിനയത്തോടെ ആവശ്യപ്പെടുന്നു. ശ്രദ്ധിച്ചോ? വളരെ കൃത്യമായി വിശദമായി കേൾപ്പിച്ചതെന്തിനാ? ഇക്കഴിഞ്ഞ നമ്മുടെ പ്രഭാഷണത്തിൽ എന്റെ മാന്യരായ ശ്രോതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആവശ്യപ്പെട്ട പ്രകാരം തെളിവുദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ പേരോട് മുസ്ലിയാർക്ക് സാധിച്ചിട്ടില്ല. സാധിച്ചോ ഇല്ലേ എന്ന് കഴിഞ്ഞ അയാളുടെ പ്രഭാഷണമെന്ന് കേട്ടു നോക്കൂ. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇതിലെണ്ണിയ വിഷയങ്ങളെ സംബന്ധിച്ച് നാം ചോദിച്ച രൂപത്തിലുള്ള പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ പേരോടിന് സാധിച്ചിട്ടില്ല. അത് പേരോടിന് മാത്രമല്ല, പേരോടിന്റെ ഉസ്താദുമാർക്കും കഴിയൂല. ആ നിലക്ക് ആദർശ പാപ്പരത്വമാണ് അവർക്കിടയിലുള്ളത്. നാം മനസ്സിലാക്കുക. അതല്ല പറയുന്നുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പറയണം. നിങ്ങൾ പറയാനാവില്ല. എന്തേ ഇവിടെ സംഭവിച്ചത്? പെട്ടുപോയതാണ്. നാദാപുരത്ത് വന്ന് പെട്ടുപോയതാ. ഇതിന് മറുപടി പറയാനായിട്ടാവുന്നുമില്ല. വേറെന്തെങ്കിലും പറയും വേണം. അപ്പൊ ആ ദയനീയമായ അവസ്ഥ എന്തേ സംഭവിച്ചത് എന്ന് പേരോട് തന്നെ ഒന്ന് പറയട്ടെ. വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണെങ്കിലും മുപ്പര് തന്നെ ഒന്ന് പറയട്ടെ. എന്താ സംഭവിച്ചത് ഇവിടെ? എന്താണിപ്പോ ഉത്തരം നൽകാൻ കഴിയാത്തത് എന്ന് മുപ്പരൊന്ന് പറയുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അല്ലാത്ത പടല് തന്നെ കണ്ടോ? അതാണ് സംഭവം വളരെ ക്ലിയറാണ്. വല്ലാത്ത പടല് തന്നെ പറഞ്ഞ കരയാണ്, പിന്നെ ചിരിക്കാണ്. അങ്ങനെയാണ് മൂപ്പര്. ആദ്യമൊന്ന് കരയാനും പെട്ടെന്ന് ചിരിക്കാനും കഴിവ് വളരെ വളരെ പ്രത്യേകമായ കഴിവുള്ള ആളാണ് എന്ന് ബുൽബുലിലും അതുപോലെ തന്നെ പല മാസികകളിലും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുണ്ട്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞു, റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറഞ്ഞു, സ്വഹാബത്തിന്റെ പേരിൽ കള്ളം പറഞ്ഞു, അതുപോലെ തന്നെ സർവ്വ ഇമാമിങ്ങളുടെ പേരിലും കള്ളം പറഞ്ഞു, സർവ്വ അമ്പിയാക്കളുടെ പേരിലും കള്ളം പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ കളവ് കേട്ടോളൂ. മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്താണ് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ. ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നബിയെ വിളിച്ച് തേടണമെന്നാണ്, നബിയോട് തേടണമെന്നാണ്, നബിയോട് ശഫാഅത്ത് ചോദിക്കണമെന്നാണ്, അതേ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യണമെന്നാണ്, നബിയെ ഇടയാളനാക്കണമെന്നാണ്. കേട്ടോ? എന്തൊക്കെയാ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറയുന്നത് റസൂലിനോട് തേടണമെന്നാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എവിടെയാണതുള്ളത്? അള്ളാഹു ഖുർആനിൽ റസൂലുള്ളാഹിനെ വിളിച്ച് തേടണം എന്ന് പറഞ്ഞത് എവിടെ? അതുപോലെ തന്നെ ഹദീസിൽ എവിടെ? ആ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ ആ പ്രസംഗത്തിൽ ഖുർആൻ എന്തിനൊക്കെയാണ് കൽപ്പിക്കുന്നത്, അള്ളാഹ് എന്തിനൊക്കെയാണ് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അന്നേ ചോദിച്ചതാണ്, എവിടെ തെളിവ്? പറയൂ. നിങ്ങളതിന് മിണ്ടിയിട്ടില്ല. തെളിവ് പറയാനായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ വലവന്നഹു അല്ലേ? തെളിയിക്കാൻ സാധ്യമല്ല. വഫാത്തിന്റെ ശേഷമുള്ള സംഭവമായിട്ട് തെളിയിക്കാൻ സാധ്യമല്ല. എത്രയോ സ്ഥലങ്ങളിൽ അതൊക്കെ എടുത്ത് ഉദ്ധരിച്ചതല്ലേ? എവിടെയെല്ലാം നിങ്ങൾ ഇത് ഉദ്ധരിച്ചു? മഞ്ചേശ്വരത്തിൽ നിന്ന് ഉദ്ധരിച്ചു. ചുട്ട മറുപടി കിട്ടിയില്ലേ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന്? അങ്ങനെ എവിടൊക്കെ ഉദ്ധരിച്ചോ അവിടൊക്കെ കിട്ടിയിരുന്നത് പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയാ. അപ്പൊ ഖുർആന്റെ പേരിൽ നോണ. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണം. പച്ച നോണ പറയാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സഹായം തേടണം ഖുർആനിലുണ്ട് പോലും. ഏത് ഖുർആനാണത്?
ഏത് ഖുർആനാണത്? നിങ്ങൾ പറയണ്ടേ? എന്റെ പ്രസംഗം ശ്രവിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹം പറയാതെ പോയ, അദ്ദേഹം ശരിയായ അർത്ഥത്തിൽ മറുപടി പറയാൻ കഴിയാതെ, മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ചുപോയ ഓരോന്നോരോന്നാണ് സൂചിപ്പിക്കുന്നത്. അതാ അള്ളാന്റെ പേരിൽ ഇങ്ങനെയാണ് കള്ളം പറഞ്ഞതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും അദ്ദേഹം കളവാണ് പറയുന്നത്. എന്താണ്? അശറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനായി തേടിയിട്ടുണ്ട്, കാവലിനായി നബി തങ്ങളുടെ മഹാന്മാരോട് തേടിയിട്ടുണ്ട് എന്നാണ് വരുത്തി തീർത്തത്. ഓ സഹോദരന്മാരെ, അശറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ അശറഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ കാവലിന് വേണ്ടി, കാവല് നിൽക്കാൻ വേണ്ടി ആരെ കിട്ടുമെന്ന് ചോദിച്ചത് ബുഖാരിയിലുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഞാൻ റസൂലുള്ളാഹിന്റെ കാവലിന് വന്നുവെന്ന് പറഞ്ഞു ഉത്തരം ചെയ്തത് അവിടെ തന്നെ ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹാനല്ലാഹ്, അതേ നബി തങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ആരാണ് എനിക്ക് കാവലിനുള്ളതെന്റെ സഹാബത്തിൽ. മുന്നിലാളുള്ള സമയത്ത് പറഞ്ഞതല്ല, ആയിഷ ബീവി കേട്ടതാണ്. അപ്പോഴല്ലേ പുറത്തു നിന്നൊരു ശബ്ദം, ആരാണത്? അന സഅദ് ഇബ്നു അബീ വഖാസ്, ഞാൻ സഅദാണ്. മൻ ഹാദാ? അന സഅദ് ഇബ്നു അബീ വഖാസ്, ഞാൻ സഅദാ നബിയെ. എന്തിനു വന്നു? ജീതു ലി അഹ്റുസക, ഞാൻ തങ്ങൾക്ക് കാവലിന് വന്നതാണ് നബിയെ. സുബ്ഹാനല്ലാഹ്, സദസ്സിലില്ലാത്ത സഅദ് ഇബ്നു അബീ വഖാസ് അള്ളാഹുവിന്റെ റസൂല് സദസ്സിലില്ലാത്ത നിലക്ക് തന്നെ എനിക്ക് കാവലിനാളെ വേണമെന്ന് പറയുമ്പോഴേക്ക് ഹാദിറായി പോയി, കാവലിന് വന്നതാണെന്ന് പറഞ്ഞുപോയി. അങ്ങനത്തെ മഹാന്മാരില്ലേ? റസൂലുള്ളയും കാവല് ചോദിച്ചില്ലേ? മഹാന്മാരോട് റസൂലുള്ള ചോദിച്ചില്ലെന്ന് പറഞ്ഞവരുണ്ട്. അത് വിഡിത്തമല്ലേ മൗലവിമാരെ? അല്ല, നിങ്ങളിവിടെ റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയാൻ ഒരുങ്ങുമ്പോ 2 വട്ടം സുബ്ഹാനല്ലാഹ്. നിങ്ങളെന്താ ചിന്തിച്ചത്? നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് എന്നങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഇനി പറയാൻ പോകുന്നത് കളവായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചത്, മഹാന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവല് തേടിയില്ലേ? നബി തങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ കളവല്ലേ ഈ പറഞ്ഞത്? സംഭവം നിങ്ങളോട് പറയട്ടെ, എന്താണുണ്ടായത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അതാ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് ഉറങ്ങുന്നില്ല, അവിടുന്ന് ഉറക്കമിളക്കുകയാണ്. ആ നേരത്ത് ആയിഷ ബീവി അരികിലുണ്ട്. ആ മഹദി ചോദിക്കുകയാണ്, മാ ശഅനുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇന്നെന്താണ് ഒരു വിമ്മിട്ടം കാണുന്നത്? ഇന്നെന്താണ് ഒരു അസ്വസ്ഥത കാണുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് ഈ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്. കേട്ടോളൂ, എന്താ നബി തങ്ങൾ പറയുന്നത്? ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി, എന്റെ സഹാബിമാരിൽ നിന്ന് നല്ലവരായ ആരെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ യഹ്റുസുനി അല്ലൈല, ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് കാവല് നിൽക്കാൻ, ഈ രാത്രിയിൽ എനിക്ക് കാവല് നിൽക്കാൻ എന്റെ സഹാബിമാരിൽ നിന്ന് ഒരു സാലിഹിനെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, ഓ മഹാന്മാരെ, ആരെങ്കിലും എനിക്കൊന്നൊന്ന് കാവല് വരുമോ എന്ന് നബി തങ്ങൾ അവരോട് തേടിയിട്ടില്ല കേട്ടോ. മുസ്ലിയാർ അങ്ങനെയാണ് ധ്വനിപ്പിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇന്നത്തെ രാത്രിയിൽ, ഈ രാത്രിയിൽ എനിക്ക് കാവല് നിൽക്കാൻ എന്റെ സഹാബിമാരിൽ നിന്ന് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്ത് ദാ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ആ വ്യക്തി അങ്ങോട്ട് കയറി വരുമ്പോ, ആരാടത് എന്ന് ചോദിക്കുന്നു. ഞാൻ സഅദാണ് നബിയെ. എന്തിനു വന്നു എന്ന് ചോദിക്കുന്നു. അങ്ങേക്ക് കാവലിന് വന്നതാണ് റസൂലേ. ഇതങ്ങ് കേട്ട് ആ സഅദ് റളിയല്ലാഹു അൻഹു കാവല് നിന്നെന്ന് അംഗരക്ഷകനായി അവിടെ കാവല് നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അന്നത്തെ ദിവസം നന്നായി ഉറങ്ങിപ്പോയി.
ശാന്തമായി ഉറങ്ങി. എത്രത്തോളം ആ ഉറക്കിൽ കൂർക്കം വലിക്കുന്നത് വരെ ഞാൻ കേൾക്കുകയുണ്ടായി. ഇതാണ് സംഭവം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഅദ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലാത്ത നിലയ്ക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തേടി എന്ന നിലക്ക് ധ്വനിപ്പിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത്. സ്ഥലത്തില്ലാത്ത നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കാവല് നിൽക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചു വന്നു. അപ്പോഴേക്കതാ അത് കേട്ടുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു, സദസ്സിലില്ലാത്ത സഅദ് കേറി വന്നു, കാവല് നിന്നു. അങ്ങനത്തെ മഹാന്മാരില്ലേ? റസൂലുള്ളയും കാവല് ചോദിച്ചില്ലേ, വിളിച്ചു തേടിയില്ലേ എന്നൊക്കെ പറയുന്നതിലൂടെ ഈ സംഭവത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? നബിതങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഉടനെ ചെല്ലണം റസൂലുള്ളാന്റെ അടുത്തേക്ക്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തോന്നിയതനുസരിച്ച് മഹാനവറുകൾ കാവലിനായി വന്നു. ഇതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലാത്ത നിലക്ക് വിളിച്ച് സഹായം ചോദിച്ചതാണോ? അല്ലല്ലോ. എന്തിന് നിങ്ങൾ ഈ ഹദീസുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞതിലും ശരികളില്ല. അതും ദുർവ്യാഖ്യാനിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പലരെയും കാവലിന് വിളിച്ചിട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം ഒരു സംഭവവും ഉദ്ധരിച്ചിരുന്നു. ആ സംഭവത്തിന്റെ നിജസ്ഥിതി അങ്ങ് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ ആ സംഭവത്തെക്കുറിച്ച് പേരോട് കാമ എന്നൊരക്ഷരം പറയുന്നില്ല. കളവാണ് റസൂലുള്ളാഹിയുടെ പേരിൽ താൻ പറഞ്ഞതെന്നും വസ്തുത എന്തെന്നും പഠിച്ചു കഴിഞ്ഞു പേരോട്. ഇപ്പം മിണ്ടുന്നില്ലല്ലോ. അതല്ല, വല്ലതും പറയാനുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിലെങ്കിലും പറയൂ. മാത്രമല്ല, റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ മറ്റൊരു കളവെന്താണ്? ഖബറിൽ കിടന്ന ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിയാര് പറഞ്ഞതെന്താണ്? ഖബറിൽ കിടന്നുകൊണ്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഇങ്ങനെയാണെന്ന് മൂപ്പര് പറഞ്ഞത്. ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിൽ കിടന്നിട്ട് ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിന്റെ അപകടം നമ്മളന്ന് വിവരിച്ചതാണ്. അതിനു മൂപ്പര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടന്നുകൊണ്ട് ഇന്നും ലോകത്തെ നിയന്ത്രിക്കുകയാണ് എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് ഒരു സംഭവം പറഞ്ഞിരുന്നു. അതെന്താണ്? ഉമർ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിരിക്കെ തന്റെ ഭാര്യയെ ചുംബിച്ചു. നോമ്പുകാരനായിരിക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയെ ചുംബിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എതിർക്കുകയാണ്. ഉമറെ, ആരാ നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? പാടില്ലാത്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. അത് കേട്ടതിന്റെ ശേഷം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിലൊരിക്കലും പിന്നെ അക്കാര്യം ചെയ്തിട്ടില്ല. നോമ്പുകാരനായിരിക്കെ ആ പ്രവൃത്തി പിന്നെ ചെയ്തിട്ടില്ല എന്ന് ഒരു കളവായ റിപ്പോർട്ട്, ഒരു ലഈഫായ സംഭവം അതിന്റെ ശരിയായ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് സംഭവിച്ചത് എന്ന് വിവരിച്ചങ്ങ് കൊടുത്തപ്പോ പേരോട് മിണ്ടുന്നില്ലല്ലോ. എന്തേ ഞാൻ പറഞ്ഞ സംഭവത്തെക്കുറിച്ച് പറയാതെ പോകുന്നത്? മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, ഉമറേ, നീ നോമ്പുകാരനായിരിക്കെ ചുംബിച്ചു പോയില്ലേ? നീ നോമ്പുകാരനായിരിക്കെ ചുംബിച്ചതെന്തേ? അത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് അത് കേട്ടതിന്റെ ശേഷം നോമ്പുകാരനായിരിക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ഭാര്യയെ ചുംബനം നടത്തിയിട്ടില്ല. മുസ്ലിയാർ ഇവിടെ ആ കഥ പറഞ്ഞിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നതല്ലേ സ്വപ്നം എന്ന് പറയുന്നതിന്റെ വിധി എന്താണെന്ന്? സ്വപ്നത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് ഒരാൾക്ക് വിധിക്കാൻ അവകാശമുണ്ടോ? അതനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കണം.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉറക്കത്തിൽ പറഞ്ഞതല്ല, ഉണർച്ചയിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തുള്ള സമയത്ത് റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹശസ്തു ഫഖബ്ബൽതു വഅന സായിം. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ ഭാര്യയെ ചുംബിച്ചുപോയി. ഫജിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലഖദ് സ്വനഅ്തുൽ യൗമ അംറൻ നദീമാ, ഞാൻ ഇന്നൊരു വല്ലാത്ത കാര്യം ചെയ്തു പോയി നബിയേ. അതൊരു തെറ്റെന്ന നിലയ്ക്ക് ഉടനെ ജീവിതകാലത്ത് തന്നെ സംശയിച്ചിട്ട് ചെന്നതാണ്. റസൂലുള്ളാഹിനോട് ഈ കാര്യം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഉമറേ ഇത്ര വലിയ പ്രശ്നമുണ്ടായത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖബ്ബൽതു വഅന സായിം, നബിയേ നോമ്പുകാരനായിരിക്കെ ഞാൻ ഇങ്ങനെ ചുംബിച്ചുപോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അറഅയ്ത ലൗ മദ്ബദത മിനൽ മാ. ഉമറേ നോമ്പുകാരനായിരിക്കെ നീ നിന്റെ വായിൽ വെള്ളം കൊപ്പിളിക്കാറില്ലേ? നീ നിന്റെ വായിൽ വെള്ളം കയറ്റിയിട്ടത് തുപ്പാറില്ലേ? അങ്ങനെ നീ ചെയ്യാറില്ലേ? കൊൽത്തു, ഞാൻ പറഞ്ഞു, നബിയേ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലല്ലെന്ന് എനിക്കറിയാം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നെ എന്തിനാ ഉമറേ ഒന്ന് ചുംബിച്ചു പോയതിന്റെ പേരിൽ വലിയ പ്രശ്നമായി വന്നത്? എന്താണ് ഇതിലൂടെ അഷ്റഫുൽ ഖൽഖ് ഒരു മസ്അല പഠിപ്പിച്ചത്? മുസ്ലിം ലോകത്തിൽ ഇന്നും തർക്കമില്ലാത്ത സംഗതിയാണ് എന്ത്? നോമ്പുകാരനായിരിക്കെ ഒരാൾ തന്റെ ഭാര്യയെ ചുംബിച്ചു പോയിട്ടുണ്ടെങ്കിലും അവന്റെ നോമ്പ് ഫസാദല്ല. ആ ഒരു കാര്യം ഉണർച്ചയിലെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി പിന്നെ സ്വപ്നത്തിൽ കണ്ടിട്ട് പിന്നെ ആ വിധിയാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നത് സ്വീകാര്യമായ കാര്യമല്ല. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ കേൾപ്പിക്കട്ടെ. മുസന്നഫ് അബ്ദുർ റസാഖിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹും അവർ പറയുകയാണ്, അതാ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വന്തം ഭാര്യയായ അത്തിക റളിയല്ലാഹു തആല അൻഹാ ചുംബിച്ചു പോയി. ഭാര്യ ചുംബിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ ഫലം യൻഹഹാ, എനിക്ക് നോമ്പല്ലേ, ചുംബിക്കാൻ പാടില്ലല്ലോ എന്ന് ദീനറിയാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മഹദിയായ ആതിക ബീവിയോട് പറഞ്ഞിട്ടില്ലല്ലോ. എത്രത്തോളം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പുറപ്പെടുന്ന നേരത്താണ് ഈ സംഭവം എന്ന് വരെ ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടപ്പോ പിന്നെ ജീവിതകാലത്ത് ആ പണി ചെയ്തിട്ടില്ല. അങ്ങനെ അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബറിൽ കിടന്നുകൊണ്ട് സമൂഹത്തെ ഉമ്മത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നതിന് രേഖയായി പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിയാരോട് പറയട്ടെ, നിങ്ങൾ ഉദ്ധരിച്ച സംഭവം സനദ് കൊണ്ട് ശരിയായ നിലക്ക് സ്ഥാപിക്കാനാവാത്ത നിലക്ക് ആ പരമ്പരയിൽ ദുർബലനായ വ്യക്തിയുള്ള സംഭവമാണ്. ഇന്നലെയും നമ്മൾ പറഞ്ഞതല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ ദീനിൽ സ്വീകരിക്കപ്പെടേണ്ടത്. ഞാൻ ഇനിയും ആ സ്വപ്നസംബദ്ധമായ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഇന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങളൊക്കെ അഭിപ്രായം ചോദിക്കുന്നുവല്ലേ? നിങ്ങളുടെ നേതാക്കന്മാര് പോയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് അതാ സംശയങ്ങൾ ചോദിക്കാറുണ്ട് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതാ ഖബറുള്ള മദീനത്തേക്ക് പോയിട്ട് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുവാദം ചോദിക്കാതെ ഒരു കാര്യവും മർക്കസിന് തറക്കല്ലിട്ട അലവിമാരിക്ക് ചെയ്യാറില്ല എന്ന കള്ളത്തരം അല്ലാഹുവിന്റെ റസൂലിനോട് ഇപ്പോഴും ഇവർ സംഭാഷണം നടത്തുന്നു. റസൂൽ ഇപ്പോഴും ഇവരോട് ഇങ്ങോട്ട് പലതും പറയുന്നുണ്ട്. നബി തങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട്. നബി തങ്ങൾ അനുവാദം കിട്ടിയാലേ യാത്ര പോലും പോകാറുള്ളൂ അലവി മാലിക്കി എന്ന് പോലും
പോലും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഈ സമൂഹത്തിലെ വിശ്വാസികളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അതാ ഒരു ശ്രമം നിങ്ങൾ നടത്തി നോക്കുന്നില്ലേ? ആ ശ്രമം വിജയിക്കുന്നില്ലെന്നത് വേറെ കാര്യം. പക്ഷേ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ആ വിശ്വാസം അതാ ഈ കാന്തപുരത്തിന്റെ വലിയ മധുഹം പാടി നടക്കുന്ന ഒരു വിദ്വാനുണ്ട്, അയാൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇവരെന്താണ് വിശ്വസിക്കുന്നത്. ഓ മുസ്ലിമേ, ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവരും ഇസ്ലാമിന്റെ ആദർശങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ പേരിൽ പറയുമ്പോ എത്ര വലിയ അപകടമാണ് അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ, എന്താണ് ആ മുരീദിന് പറയാനുള്ളത് എന്ന്. ഒരു വിഷയം ചെയ്യണമെങ്കിൽ മാലിക്കിയുടെ അവസ്ഥ, ഒരു വിഷയം തീരുമാനമെടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിന്ന് എനിക്ക് സമ്മതം കിട്ടണം, അല്ലാതെ തീരുമാനമെടുക്കില്ല. ഒരു മിനിറ്റ് കണ്ടോ, മക്കത്തെ അലവി മാലിക്കി എന്ന് പറയുന്ന ആള് മർക്കസൻ തർക്കലിട്ട ആളാണ് പോലും. അയാൾ പറയാണ്, ഞാനൊരു വിഷയത്തിൽ തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിനോട് ചോദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. അള്ളാന്റെ റസൂൽ എനിക്ക് അനുവാദം തന്നാലല്ലാതെ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല എന്നാ പറയുന്നത്. കേട്ടോ, അള്ളാഹുവിന്റെ റസൂൽ സമ്മതിക്കാതെ പറയാതെ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം മാലിക് തങ്ങൾ എടുക്കാറില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇശാറത്തോട് മാത്രം ജീവിച്ചിരുന്ന മാലിക് തങ്ങൾ ഉണ്ടോ, അള്ളാന്റെ റസൂലിന്റെ എല്ലാ അനുവാദം കിട്ടിയാലല്ലാതെ മൂപ്പരൊന്നും ചെയ്യൂല. അങ്ങനെ ആ ഇശാറത്തിലൂടെ മാത്രം ജീവിച്ച മാലിക് തങ്ങൾ എന്നാ പറയുന്നത്. ഇനിയും കേട്ടോളൂ. ഉസ്താദ് ക്ഷണിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാ അതിനലി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സമ്മതം തന്നാൽ ഞാൻ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് ഉസ്താദ് ഇങ്ങോട്ട് വിളിക്കുകയാണ്, അത് അതിനലിയുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പോകാൻ പറഞ്ഞിരിക്കുന്നു, വരാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് രണ്ട് പ്രാവശ്യം വന്നത്. കേട്ടോ, മർക്കസിലേക്ക് പോകാൻ അനുവാദം കിട്ടിയിരിക്കുന്നു എന്ന് ആദ്യം ചോദിച്ചപ്പോ പോണ്ടാന്ന് പറഞ്ഞു നബി. മർക്കസിലേക്ക് ഇപ്പൊ പോണ്ട. പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു ആ കിട്ടിയിരിക്കുന്നുണ്ട്. ഉസ്താദിനെ വിളിച്ച് പറഞ്ഞു മൂപ്പര് മക്കത്തുനിന്ന്, എന്ത് അതിനലി റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ എനിക്ക് അങ്ങോട്ട് വരാൻ അനുവാദം തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പുറപ്പെടേണ്. കണ്ടോ, മർക്കസിന് അള്ളാന്റെ റസൂലിന്റെ അംഗീകാരമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂൽ ഇപ്പോഴും ഭരിക്കിങ്ങനെ മാലിക്കാണ് ചെല്ലുക, ആ നബിയെ എനിക്കൊന്ന് മർക്കസിലേറ്റം പോകണം, കോഴിക്കോടൊന്ന് പോകണം, കാരന്തൂർ അവോക്കർ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ പോണോ? ആ അപ്പൊ പോണ്ടാന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ അള്ളാന്റെ റസൂൽ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്, എന്നിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നത് എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. ഇവരുടെ ഇസ്ലാമികമായ ആദർശത്തിന്റെ കോലമാണിത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇനിയും പറയുന്നുണ്ട് അദ്ദേഹം. അതിന്റെ മുമ്പ് മർക്കസിന്റെ ശിലാസ്ഥാപന പരിപാടിക്ക് വേണ്ടി ആ പരിപാടിക്ക് വേണ്ടി ഉസ്താദ് ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരമാണ് വന്നതെന്ന് മാലിക് തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട എബി ഉസ്താദ് അല്ല നമ്മളോട് പറയുന്നത്. എന്നോട് ഈ വിഷയം പറയുന്നത് അബ്ദുള്ള വാക്കവി എന്ന് പറയുന്ന ഒരു പ്രായം എന്നൊരു ഉസ്താദ് അവരാ. ഈ അബ്ദുള്ള വാക്കവിയോട് പറയുന്നത് ബഖ്തിയാർ ഹസ്രത്ത് ബാഖിയാത്തിലെ ക്ലാസ്സിൽ പറയുകയാണ്. ബഖ്തിയാർ ഹസ്രത്തിനോട് പറയുന്നത് ബഹുമാനപ്പെട്ട മാലിക് നേരിട്ട് മക്കയിൽ നിന്നാണ്. എനിക്ക് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, നിങ്ങൾ പോകണം, മർക്കസിന്റെ ശിലാസ്ഥാപന പരിപാടി നടത്തിക്കൊടുക്കണം, അവർ എന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരാണ്. അവരെന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവരാണ് അലവി, അതുകൊണ്ട് ഉടനെ പോകണം. ആരാ പറയണേ? അള്ളാന്റെ റസൂൽ പറയണേ. ഇനി ഒരിക്കലും മാറി നിൽക്കണ്ട. അബൂബക്കറിന്റെ അവരുടെ മർക്കസിൽ എന്റെ ദീനിനെ സുന്നത്തിനെ പ്രചരിപ്പിക്കുന്നവരാണ്, ജീവിപ്പിക്കുന്നവരാണ്. എന്താണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആളുകൾക്കാണ് സർവനാശവും. എന്തെല്ലാം നാശം പിടിച്ച കളവുകളാണ് ഈ സമൂഹത്തിന്റെ ഈ മുമ്പിലേക്ക് പറയുന്നത്. പറയൂ സുഹൃത്തുക്കളെ, ഇവരുടെ കയ്യിലുള്ള ആദർശം ഇസ്ലാമുമായി എത്രത്തോളം ബന്ധമുണ്ട്? എന്റെ നിഷ്പക്ഷരായ ആളുകളൊന്ന് ചിന്തിച്ചു നോക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിഴൽ പോലെ പിന്തുടർന്നിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഒട്ടേറെ പ്രഗൽഭരായ സഹാബിമാർ. ഇവർക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം, ഓ നബിയെ ഞാൻ പോകണോ പോകണ്ടേ എന്ന അഭിപ്രായം ചോദിച്ചിട്ടാണോ അവർ വന്നിരുന്നത്?
അള്ളാന്റെ റസൂലിനോട് അവർ കൂടിയാലോചിച്ചിരുന്നുവോ? ഫാത്തിമ ബീവി കൂടിയാലോചിച്ചുവോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂടിയാലോചിച്ചുവോ? സഹാബത്ത് കൂടിയാലോചിച്ചുവോ? താബിഈങ്ങൾ കൂടിയാലോചിച്ചുവോ? തബഉ താബിഈങ്ങൾ കൂടിയാലോചിച്ചുവോ? ഇമാമിങ്ങൾ കൂടിയാലോചിച്ചുവോ? ആരാണ് ഇസ്ലാമിക പാരമ്പര്യമുള്ള മഹാന്മാർ കൂടിയാലോചിച്ചിട്ടുള്ളത്? ഇല്ല, ഇല്ല. ഇത് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന പച്ചക്കള്ളമാണ്. എങ്കിൽ ഏതോ ഒരു മാലിക്കി, അങ്ങനെ മക്കത്തുള്ള ഒരു അലവി മാലിക്കി അങ്ങനെ ചെയ്തുവെന്ന കള്ളത്തരം നിങ്ങൾ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് വലിച്ചിടുന്നത് മർക്കസ് എന്ന് പറയുന്ന കേന്ദ്രത്തിന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആശംസയുണ്ട്, അനുവാദമുണ്ട്, ആ ബോർഡിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള കുതന്ത്രമാണ് കേട്ടോ. ഈ കുതന്ത്രത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ പെടും എന്നതല്ലാതെ ഒരൊറ്റ മുസ്ലിമിനെയും ആ കുതന്ത്രത്തിൽ പെടാൻ കിട്ടില്ല, കിട്ടില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ആരുടെ പേരിൽ ആ കളവ് പറഞ്ഞുകൂടാത്തത്? അബൂബക്കർ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഇത്രയും നോണ നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇനി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? എന്താ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ കളവെന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അതാ യാ നബി അല്ലാഹ് ബിഅബി അൻത വ ഉമ്മീ യാ നബി അല്ലാഹ് എന്നങ്ങ് റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു തേടിയില്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആ ഒരു വിളിയെ സംബന്ധിച്ച് ഇല്ലാത്ത വിശ്വാസങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കതിന് മറുപടി തന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിനെ വിളിച്ചില്ലേ? മരിച്ചു വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. മരിച്ചു എന്നറിഞ്ഞിട്ട് തന്നെ വിളിക്കണത്. മരിച്ചു എന്നുള്ളത് മുജാഹിദ് ഭാഷ കേട്ടോ, പറയാൻ പാടില്ല, മനസ്സിലാക്കണം. വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നറിഞ്ഞിട്ട് തന്നെ വിളിക്കണത്. എന്നിട്ട് പറയുന്നതെന്താ? നബിയേ, നബിയേ, അല്ലാഹു നിങ്ങൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല കേട്ടോ. ഒരു മരണമേ നിങ്ങൾക്കുമുള്ളൂ. ആ മരണം നിങ്ങൾ മരിച്ചിരിക്കുന്നു നബിയേ. മൂപ്പരെ ഭാഷയിലിപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ഇപ്പൊ നബിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ മരിച്ചിരിക്കുന്നുട്ടാ. നിങ്ങൾക്ക് 2 മരണല്ലേ, ഒറ്റ മരണേ ഉള്ളൂ. ആ മരണങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പൊ നബി ഇങ്ങനെ അവിടെ കിടന്നിട്ട്, ആഹാ, 2 മരണമില്ലല്ലേ, ഒറ്റ മരണമില്ലല്ലേ, ഓ അബൂബക്കർ അത് പഠിപ്പിച്ചെന്ന് നന്നായി എന്ന രൂപത്തിൽ ആ മൂപ്പര് കൊണ്ടുപോകുന്നത് പഠിപ്പിച്ചു കൊടുക്കുക. നബിനെ വിളിച്ച് സംസാരിക്കുകയാണ് പോലും. നിങ്ങൾ ചിന്തിക്കണം, ഇതാണിപ്പോ മരണപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ്? മൂപ്പര് പറയുന്നുണ്ട്, ഒരു സലഫിയും വിചാരിക്കണ്ട അള്ളാന്റെ റസൂല് മരിച്ചിട്ടില്ല, മരിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് വിളിച്ചത്. മൂപ്പര് പകരം ചൊട്ട്. എന്നാലേ ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചു വെച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വന്ന് പറഞ്ഞത് അവിടെയുള്ള ഒരു മഹാനെ പഠിപ്പിക്കാനാണ്, നബിനെ പഠിപ്പിക്കാനല്ല. തിരിഞ്ഞോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുകൊണ്ട് ബിഅബി അൻത വ ഉമ്മി യാ നബിയല്ലാഹ് ലാ യജ്മഉല്ലാഹു വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹാ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചതല്ല കേട്ടോ. വഫാത്തായ നബികൾക്കുമെന്ന നിലക്ക് നബിക്കത് ക്ലാസ് എടുത്തു കൊടുത്തതല്ല കേട്ടോ. മറിച്ച് അവിടെ ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആരാണ് ആ മഹാൻ? അറിയില്ലേ ചരിത്രത്തിൽ? അല്ലാഹനെ തന്നെയാണ് സത്യം. മാമാത്ത റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിട്ടില്ല, മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി കൊണ്ടുറഞ്ഞു തുള്ളുന്നുണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കാനായി ഇത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ശൈലിയിലില്ലേ? അങ്ങനല്ലേ ഒരു കാര്യം? ഒരാളോടാ സംസാരിക്കുന്നത്, പക്ഷെ ഉദ്ദേശം വേറുള്ളവർ കേൾക്കാനാ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്യുമ്പോ ഹജറുൽ അസ്വദിനെ മുത്തുന്ന നേരത്ത് പറഞ്ഞു, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ ഒരു വെറും കല്ലാണ്, നീ ഉപകാരവും ഉപദ്രവമൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ എന്തിനാ നിന്നെ ചുംബിക്കുന്നത്? ഹബീബ് നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. കല്ലിനോട് പറഞ്ഞതാ.
അല്ല, ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകളെ പഠിപ്പിച്ചതാ. എന്തിനാണ് കല്ലിനെ മുത്തുന്നത്? ഹബീബിനെ ഇത്തിബാഴ് ചെയ്യാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഴ് ചെയ്യാൻ. ഒരാളോട് സംസാരിക്കുക, ഉദ്ദേശം അയാൾ കേൾക്കലല്ല, കൂടെയുള്ള ആളുകൾ കേൾക്കലാണ്. എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇബ്രാഹിം എന്ന കൊച്ചുകുട്ടിയുടെ മരണത്തിന്റെ നേരത്ത്, സക്കറാത്തിൽ കടന്നുകൊണ്ട് കുട്ടി പടയുന്ന നേരത്ത് ഹബീബ് ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖിതനാണ്. ഇബ്രാഹിം എന്ന കുട്ടി കേൾക്കാനല്ല. 2 കാരണങ്ങൾ പണ്ഡിതന്മാരോട് പറയുന്നുണ്ട് ആ സംസാരം ഇബ്രാഹിമിനോടല്ല എന്ന്. കാരണം കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത പ്രായക്കാരനാണ്, ശിശുവാണ്, കുട്ടിക്കത് മനസ്സിലാവില്ല. രണ്ടാമത്തത്, ഇനി കേട്ടാൽ തന്നെ കുട്ടി മരണവക്ത്രത്തിലാണ്. സക്കറാത്തിന്റെ ഹാലിലുള്ളവനോട് സംസാരിച്ചാൽ എന്ത് മനസ്സിലാകാനാണ്? 2 നിലക്കും ആ സംസാരം ഇബ്രാഹിം എന്ന കുഞ്ഞിനോടല്ല, മറിച്ച് കൂടെയുള്ള ആളുകൾ കേൾക്കുന്ന നിലക്ക് പറയുകയാണ്, അതാ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങളും ദുഃഖിതരാണ്, പക്ഷേ അല്ലാഹുക്ക് വെറുപ്പുള്ളതൊന്നും ഞാൻ പറയൂല. ക്ഷമ പഠിപ്പിക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ. എന്നിട്ട് മൂപ്പരിവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നെങ്ങാണ്ട്, യാ നബിയല്ലാഹ്, മരിച്ചു വഫാത്തായി കഴിഞ്ഞ ഉടനെ യാ നബിയല്ലാഹ് എന്നാ വിളിച്ചത്. മൗലവി എന്നോട് ചോദിച്ചില്ലേ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടുണ്ടോ എന്ന്? ഞങ്ങളോട് ചോദിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്കും അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് എന്ത് സഹായമായി ഇവിടെ ചോദിച്ചത്. മാത്രമല്ല, നിങ്ങൾ അന്ന് വേറെയും പറഞ്ഞിരുന്നു, നബിയേ, ഞങ്ങളെ നിങ്ങൾ ഓർക്കണേ, ഉദ്കുർനാ, ഞങ്ങളെ അങ്ങൊന്ന് ഓർക്കണേ അവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾ ഗസാലി ഇമാമിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഉദ്ധരണികളും പറഞ്ഞിരുന്നല്ലോ. ഓരോന്നും ഇവിടെ നന്നായി അങ്ങ് വിവരിച്ചപ്പോ ഇപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയതിനെപ്പറ്റി ഒരക്ഷരം ഇപ്പം ഉണ്ടാട്ടമില്ല. നിങ്ങൾ പഠിച്ചോ? പഠിച്ചെങ്കിൽ നല്ലത്. ഇല്ല, ഞങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അതിന് പറയണ്ടോ? ഞാൻ പറ, എന്നാ അടുത്ത പ്രസംഗത്തിൽ പറ, നാവെടുത്ത് പറ, നന്നായി മറുപടി പറയാം. നാവടക്കി ഇരുന്നിട്ട് ഇടക്കിടക്കിൽ വരെ കരയുദ്ധമാണേ മൗലവി, കരയുദ്ധമാണേ മൗലവി എന്ന് പറഞ്ഞാ പോരാ, തെളിവുദ്ധരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതാണെന്ന് ഇനിയെങ്കിലും സമർത്ഥിക്കൂ. നിങ്ങൾ പറഞ്ഞ കളവുകളെന്ന് കൃത്യമായി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. മഹാനായ 2ാമത്തെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിലും ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന സംഭവം, മഴയെപ്പൊരാള് നബിന്റെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന രൂപത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു? അന്ന് നിങ്ങൾ കൂട്ടത്തിൽ വരികൾക്കിടയിലൂടെ ഒരു നുണ പറഞ്ഞു പോയിരുന്നു, നമ്മളന്ന് പിടികൂടിയിരുന്നു. എന്തായിരുന്നു ആ നുണ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ എന്നൊരു കളവ് നിങ്ങൾ പറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഒരാൾ ഖബറിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടണേ. ഒരർത്ഥം വെച്ച എന്താ? മഴ വാങ്ങിത്തരണം നബിയേ, മഴ വാങ്ങിത്തരണം നബിയേ. നബിന്റെ ഖബറിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അങ്ങനെ മൂപ്പരതും പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞേക്ക് നബി സ്വപ്നത്തില് പ്രത്യക്ഷപ്പെട്ടിട്ട് ആളെ വിട്ട് പറയാൻ പറഞ്ഞു, എന്ത് എന്നോട് പറഞ്ഞേക്ക് ഒക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാനും മാത്രല്ല ഉമറിനോട് പറയും ഭരണമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം, ഇങ്ങനെ നോയാ പോരാ. അതും തന്നെ മനസ്സിലായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിപൂർവമുള്ള ഭരണത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരിക്കും അത് എന്ന്. മാത്രല്ല അതൊരു സ്വപ്നല്ലേ? അല്ല മൗലവി, സ്വപ്നല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കണ്ട ആള് വന്നിട്ട് പറഞ്ഞപ്പോ, ഇത് അൽമനാർ വായിച്ചിട്ടില്ലേ, ചങ്ങരംകുളത്ത് പോകാറില്ലേ, എന്തേ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കൽ ശിർക്കാന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നൊന്നുമല്ല ചോദിച്ചത് എന്ന് മുസ്ലിയാർ പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിയാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാളിവിടെ വന്നിട്ട് ചെയ്ത കാര്യങ്ങള്, ഞാനിപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ പോയി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനിങ്ങനെ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്നൊക്കെ ഉമറിനോട് ഈ വന്ന ആള് പറഞ്ഞു എന്ന് നിങ്ങളുടെ വകയാണ്, നിങ്ങളെ തൊള്ളതിന്റെ തെളിവ്. ഹദീസില് നിങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ അതില്ല. എന്നിട്ട് നിങ്ങൾ കളവ് പറയുന്നത് കേൾപ്പിക്കാം. നിങ്ങൾ പറയുന്ന കളവ് കേട്ടോളൂ. എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണമെന്ന്
നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞപ്പോ, നുണയാണാ പറഞ്ഞത്. ഉമർ ഖത്താബിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ വന്നാൾ ഞാൻ ഇപ്പൊ നബിന്റെ കബറിങ്ങ പോയി, എന്നിട്ട് മഴ കിട്ടാൻ വേണ്ടി വെള്ളം വാങ്ങിത്തരണമെന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് പറഞ്ഞു. എവിടെയാ മുസ്ലിയാരെ നിങ്ങൾ വായിച്ചതില്ല ആ വാചകം? അറബി വായിച്ച അർത്ഥം പറയും. അറബി വായിച്ചിട്ട് ഇതാ എന്ത്, ഞാനിങ്ങനെ അള്ളാന്റെ റസൂലിന്റെ കബറിങ്ങൽ പോയി, ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം, വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് ഇയാൾ വന്നു പറഞ്ഞു. ഈ റജുലാരാണ് അറിഞ്ഞൂടാ. ഈ വന്ന റജുലീനി ആരോ ആകട്ടെ, ആ വന്ന റജുലാരാണെന്ന് അറിയണ്ടേ, എങ്കിലല്ലേ അയാൾ പറഞ്ഞത് സ്വീകരിക്കാനൊക്കോ. നുണയനാണോ സത്യസന്ധനാണോ, ആ നിലക്കൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ നിർത്തിവെച്ചാൽ തന്നെ ഈ വന്നുകൊണ്ട് ഇയാള് ഞാനിങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നത് നിങ്ങൾ ആശയത്തിൽ കടത്തിക്കൂട്ടിയതല്ലേ? അത് ശരിയല്ല കേട്ടോ. ആ കളവ് നമ്മളൊന്ന് പിടികൂടിയിരുന്നു. നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചില്ലാത്തത് പറഞ്ഞതാണ് എന്ന് വസ്തുനിഷ്ഠമായി നമ്മുടെ കഴിഞ്ഞ സീഡിയിൽ പറഞ്ഞിട്ടും അതാ പ്രസംഗത്തിൽ പറഞ്ഞിട്ടും ഒന്ന് തൊള്ള തുറക്കൂ പേരോടെ. നിങ്ങളെന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയൂ. ഇനി നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രമാണോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മാത്രമാണോ, സർവ്വ സഹാബത്തിന്റെ പേരിലും നിങ്ങൾ ഒന്നാകെ കള്ളം പറഞ്ഞത് കഴിഞ്ഞ പ്രസംഗത്തിൽ നാം പിടികൂടിയിട്ട് മറുപടി തന്നല്ലോ. മിണ്ടാത്തതെന്താണ്? കഴിഞ്ഞ പ്രസംഗത്തിൽ സർവ്വ സഹാബത്തിന്റെ പേരിലും നിങ്ങൾ പറഞ്ഞ നുണയൊന്ന് കേട്ടോളൂ. സർവസഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? സർവസഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? കണ്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ നടപടി എന്താണാ പറഞ്ഞ്? സർവ്വ സഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? പച്ചക്കള്ളം നിങ്ങളന്ന് പറഞ്ഞതല്ലേ? കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ ഈ ക്ലിപ്പിട്ട് തന്നെ ചോദിച്ചതാണ്. സർവസഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? സർവസഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ? അല്ല അല്ല, അത് നിങ്ങളുടെ സമ്പത്ത് ജമാഅത്തിന്റെ നടപടിയാണ് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ല. സ്വഹാബത്ത് സർവ്വ സ്വഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ എന്ന പച്ചക്കള്ളം മുഖേന സർവ്വ സഹാബിമാരുടെയും പേരിൽ നിങ്ങൾ കളവ് ആരോപിച്ചിരിക്കുന്നു. പടച്ച റബ്ബിനെ ഭയപ്പെടണേ എന്ന് മാത്രമേ പരലോക കോടതിയെ ഭയമുണ്ടെങ്കിൽ പറയാനുള്ളൂ. എന്നിട്ടന്ന് ചോദിച്ചു, പറയൂ നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ളതിന് തെളിവെന്ന്. മിണ്ടുന്നില്ലല്ലോ. ഇനിയും ചോദിക്കുന്നു, സർവ്വ സഹാബത്തും റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ലേ എന്ന കള്ളത്തരത്തിന് തെളിവ് പറയൂ, പ്രമാണമുദ്ധരിക്കൂ. അതല്ലാതെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇനി തീർന്നില്ല. സർവ്വ സഹാബത്തിന്റെ പേരിൽ മാത്രമാണോ? സർവ്വ ഇമാമിങ്ങളുടെ പേരിലും നിങ്ങൾ കള്ളം പറഞ്ഞില്ലേ? ഇയാൾ പറയുമ്പോ ഒരാളെ പേരിലൊന്നല്ല പറയാ, രണ്ടാളെ പേരിലോ മൂന്നാളെ പേരിലോ 10 ആളെ പേരിലോ അല്ല പറയാ. പറയുമ്പോ മൂപ്പരിക്ക് പരിചയമുള്ള വേർഡ് സർവ്വ സഹാബത്തും എന്നതുപോലെ ഇനി അതാ ഇമാമിങ്ങളെ കുറിച്ചും കള്ളം പറയുകയാണ്. കേട്ടോളൂ ആ കളവും. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. കേട്ടില്ലേ? എത്ര ശുദ്ധമായ കളവാ പൊട്ടിച്ചത്. കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത്. വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് ഇപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആയുധത്തിൻ്റെതാ പറയുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിയങ്ങളും അവസാനം ഒരു മാത്രമാണ്. ആരും ഒഴിവില്ല, ആരും ഒഴിവാകാൻ പാടില്ല. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചവരും
റസൂലുള്ളാഹിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ്. പറ സഹാബത്തിന് മുഴുവൻ എന്ന് സ്വഹാബത്തിതാ വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ, അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽ-ഇസ്നാദു മിനദ്ദീൻ, സനദുദ്ധരിച്ചു പറയണം. റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാബത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ. കാരണം സർവ്വ സ്വഹാബത്തും ഇമാമിങ്ങളല്ലേ. ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ, ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് പറയോ, അവരല്ലാന്റെ റസൂലിനെ വിളിച്ച് തേടിയത്, സഹായം തേടിയത് പറയോ. അബൂ ഹനീഫ ഇമാം സഹായം തേടിയത് പറയോ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സഹായം തേടിയത് പറയോ. ശഫീ ഇമാം അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം, ഇതാ ശഫീ ഇമാം അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ, അബൂ ഹനീഫ ഇമാം റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് പിടിച്ചോ, അതുപോലെ തന്നെ മാലിക് ഇമാം അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ. മൗലവി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ. മൗലവി വെറുതെ നിങ്ങളുടെ ബടായി പോരാ, നിങ്ങളുടെ തൊള്ള പോരാ ദീനിൽ തെളിവ്. അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലെങ്കിൽ നിങ്ങളുടെ തോന്നിവാസം ഇവിടെ വേണ്ട, ഉണ്ടെങ്കിലൊന്ന് പറയൂ. പറയാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ പ്രസംഗത്തിലും അതിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനിയും ആവശ്യപ്പെടുന്നു, പറയണേ മറുപടി. തീർന്നില്ലല്ലോ. ഇനി അതാ സർവ അമ്പിയാക്കളുടെ പേരിലും നിങ്ങൾ കളവാണ് പ്രചരിപ്പിക്കുന്നത്. അതിനൊന്നും ഒരു സാമ്പിൾ എന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സമദോ ബിസയ്യിദിൽ കബീരി ബൈനൽ ഉമമി യസലു ജമീഅൽ അംബിയാഇ ആഖിദാ ബിയദിൽ കബീരി ബിനിൽ അലിയിൽ മുക്റമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നാളെ മഹ്ശറിൽ റിഫായി ശൈഖിന്റെ കയ്യും പിടിച്ചിട്ട് അതാ മഹ്ശറിലൂടെ സർവ്വ അമ്പിയാക്കളെയും സമീപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമത്രേ, അല്ലിന്ദകും ഫീ ഉമമിൻ മിൻ റജുലി ലാലാ ഫവല്ലാഹ് മിസ്ലഹു മിൻ ഹരിമി ഫയജീഉ ആദമു ഇൻദ ത്വാഹ മുസ്രിആ മുതസാഫിഹൻ മുതസല്ലിമൻ ബിൽ കറമി. നിങ്ങളുടെ റിഫായി മൗലിദിൽ ഇങ്ങനെ ഈ പെരുങ്കള്ളം അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ പേരിൽ മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ മുഴുവനും നിങ്ങൾ പറയുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിൽ റിഫായി ശൈഖിനെ സംബന്ധിച്ച് ഖുർആനിലുണ്ടോന്നാണ് മൗലവി ചോദിച്ചത് എന്ന കള്ള ബോംബ് പൊട്ടിച്ചു എന്നതല്ലാതെ കരയുദ്ധക്കാരന് തെളിവുദ്ധരിക്കാനായില്ലല്ലോ. റിഫായി മൗലിദ് എന്ന് പറയുന്നൊരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. എന്ത്? ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്ന് പറഞ്ഞു എന്നൊരു ചങ്ങാതി പറയാ. അബുൽ വഫ എന്ന് പറയുന്ന ഒരാൾ പറയണു, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. ഈ അടുത്ത കാലക്കാരനെ അബുൽ വഫ പറയണ്, എന്നോട് ഖിദ്ർ നബി വന്നിട്ട് പറഞ്ഞു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറില് റിഫായി ശൈഖിന്റെ കയ്യൊന്ന് പിടിക്കും, പിടിച്ചിട്ട് ഇങ്ങനെ മഹ്ശറിൽ കൂടി ചുറ്റി നടക്കും. ഹല്ലിന്ദകും മിൻ റജുലിൻ ഹല്ലിന്ദകും മിൻ റജുലിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ, ഇതുപോലത്തെ ഒരാളുണ്ടോ എന്ന് പറയുമ്പോ എല്ലാരും ലാലാ ഫവല്ലാഹ് മലഹു മിൻ മുത്ഹമി, ആരുമില്ല എന്ന് എല്ലാരും പറയും. ആദം നബി വന്ന് കൈ കൊടുക്കും, എല്ലാരും പറയും റിഫായിയെ പോലെ ആരുമില്ല എന്ന്. റിഫായിയുടെ കയ്യും പിടിച്ചിട്ട് റസൂലുള്ള നാളെ മഹ്ശറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും എന്ന വാർത്ത എന്നോട് ഖിദ്ർ നബി വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഈ റിഫായി ശൈഖിനെ പറ്റി ആ നിലക്കുള്ള ഒരു കഥ, കള്ളക്കഥ മൗലിദിന്റെ
കിതാബിൽ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെ മഹ്ശറിൽ ഒരു സംഭവം നടക്കുമെന്ന്, അങ്ങനെ മഹ്ശറിൽ ഈ കാര്യം നടക്കുമെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് എന്ത് ചെയ്തു? അങ്ങനെ മഹ്ശറിൽ ഒരു കാര്യം നടക്കും എന്നതാണ് ഒഴിവാക്കിയിട്ട് വെറും ക്ലിപ്പ് മുറിച്ചിട്ട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാക്കിയിട്ട് മൂപ്പര് ചോദിക്കാന് ഈ മൗലവിന്റെ ഒരു ഹാലെന്താണ്? മൂപ്പര് പറയാണ് ഈ മൗലവിന്റെ ഒരു ഹാലെന്താണ്? എന്തേ കാരണം ഈ സംഭവം ഖിദർ നബി വന്നിട്ട് പറഞ്ഞു എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുക്കണം, പോലും റിഫായി ശൈഖിനെ പറ്റി ഞാൻ ഖുർആനിൽ കാണിച്ചു കൊടുക്കണം എന്ന് മൗലവി പറഞ്ഞു. പച്ചക്കള്ളം എന്റെ പേരിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടോളൂ എന്താണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താന്ന് കേട്ടോളൂ. ഈ നിലക്ക് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു സംഭവം മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഖുർആനിലുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിലുണ്ടോ? പ്രമാണങ്ങളിലില്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി, ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ? ഔലിയായിന്റെ പേരിൽ വേണോ? മഹത്തുക്കളുടെ പേരിൽ വേണോ? 100 വട്ടം ആലോചിക്കൂ. ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാ ഞങ്ങളോട് പറഞ്ഞത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? മൂപ്പരത് കോട്ടിമാട്ടിയിട്ട് എന്താ ചോദിക്കുന്നത്? മൗലവിനോട് ചോദിക്കാണ് റിഫായി ശൈഖിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാനോട് ഖിദർ വന്ന് പറഞ്ഞു എന്ന് ഖുർആനിലുണ്ടോന്ന്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. പച്ച കളവാണ്. കളവ് നമ്പർ 1 കേൾപ്പിക്കൂ. മൂപ്പര ഒന്നാമത്തെ കളവ്. നിങ്ങൾക്കൊന്ന് കേട്ടോ. മൂപ്പര് എന്നോടൊരു ചോദ്യം, ഈ സാഹിത്യത്തിനെ പറ്റി ഇങ്ങനെ അബുൽ വഫാൻ പറഞ്ഞ ആളോട് ഖിദർ നബി പറഞ്ഞത് ഖുർആനിലുണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു സംഭവം നാളെ മഹ്ശറിൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന വിവരം ആരാ ഞങ്ങളോട് പറഞ്ഞത്? അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോന്നാ. അല്ലാതെ ഖിദർ നബി വന്ന് പറഞ്ഞു, റിഫായി ശൈഖിന്റെ കാര്യം എന്ന് പറഞ്ഞു, അബുല്ലഫനോട് പറഞ്ഞു ഖുർആനിലുണ്ടോന്നല്ല. പേരും നുണയാണ്. നുണ രണ്ടാമത്തതും കേട്ടോളൂ. ഇനിയും നുണ പറയാൻ നിർത്തുന്നില്ല മൂപ്പരാൾ. ഒരു കാര്യത്തിന്റെ പേരിൽ എത്ര നുണയെ പറയണേക്കും. അടുത്തത് കേട്ടോളൂ. ഖുർആൻ ഇറങ്ങിയിട്ട് 600ഓളം കൊല്ലം കഴിഞ്ഞിട്ട് ഈ റിഫായി ശൈഖ് ജനിക്കുക, 500 കൊല്ലത്തിൽ ജനിക്കുക. എന്നിട്ട് ആ റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ ഉപർ ചോദിക്കുക. 500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച റിഫായി ശൈഖിനെ പറ്റി ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ നിർത്തിട്ട് കാണിച്ചു കൊടുക്കണോ റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളൊരു ഹാലെന്താ? ഇയാളൊരു ഹാലിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയാത്തതിന്റെ പേരിൽ അടുത്ത പ്രസംഗത്തിൽ പറ. ഞാൻ ആ ചോദിച്ച ഭാഗം കേൾപ്പിച്ചിട്ട് മറുപടി പറയാം. നോണ പറയരുത്, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ കബളിപ്പിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, വഞ്ചന കാണിക്കരുത്. എന്റെ ചോദ്യം തന്നെ മാറ്റിയല്ലേ. മാത്രല്ല ആ നിലക്കാണ് നിങ്ങൾ ഇങ്ങനെ നോണ പറയുന്നത്. അപ്പൊ ഞാൻ എന്താ ചോദിച്ചതിന് ആ പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ അറിയാ, എല്ലാ ആളുകൾക്കും അറിയാ. പിന്നെയോ എന്നാ ഈ പണി ഞാനാണോ ചോദിച്ചത്? ഇനിയിപ്പോ അങ്ങനെ ഒരു സംഭവം ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തെറ്റാണോ? പക്ഷെ ഇതൊരു തെറ്റാണെങ്കിൽ, ഒരു വലിയ കാര്യമാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം വാസ്തവത്തിൽ ചോദിച്ചതാരാ? പേരോടാ നീ ചോദിക്കുന്നത് കേട്ടോ. മൂപ്പര് ഇയാളുടെ ഒരു ഹാലെന്താന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ ചോദ്യം ഈ മൂപ്പര് എന്നോട് ചോദിക്കണത് അത് ഖുർആനിലോ അങ്ങനെ ഇല്ലാന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ മൂപ്പര് പൊട്ടത്തരാന്ന് പറഞ്ഞ കാര്യം ഇനിയിപ്പോ ഞാൻ കാണിച്ചു കൊടുക്കണം. മൂപ്പര് ആവശ്യപ്പെടുന്നത് കേട്ടോളൂ, പെട്ടെന്ന് കേൾക്കും. കേട്ടാൽ പറയുന്നത് എന്നോട് ഖിദർ നബി പറഞ്ഞിട്ടുണ്ട്, മൗലവി പറയുന്ന കള്ളത്തരാണെന്ന് വഹി വന്നോ? മൗലവി അത് കളവാണെന്നതിന് ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? അത് കളവാണെന്നതിന് ഖുർആൻ ഓതണോ? അത് കളവാന്നുള്ളതിന് ഹദീസ് ഓതണോ? അല്ലെ ഒരു ഇമാമിന്റെ വാക്കുദ്ധരിക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ കളവാൻ? ഇപ്പൊ കണ്ടോ, ഇപ്പൊ മൂപ്പര് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല.